കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ വേഷമാണ് ഞാൻ നിമിഷ ബിജോന് കൊടുത്തത് പുലിക്കളിക്ക്. നമ്മൾ ആ വേഷം കൊടുത്ത ആ കുട്ടി വൈറലാവും ചെയ്തത് നമുക്കിതില്ല. പക്ഷെ ആ കുട്ടിക്ക് കളിച്ചിട്ടില്ല, റോട്ടിലിറങ്ങി ഒരു ചുവട് വെച്ചിട്ടില്ല ആ കുട്ടി. ഒട്ട് നിൽക്കുന്നത് യോഗ്യതയായ പുലി. അത് ഞാൻ എവിടെയും പറയും, ഏത് ചാനൽ ചർച്ചയിലും. ഈ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ പുലിക്കളിയുടെ ഈ വരച്ച പുലിയുടെ ഉള്ളിലുണ്ടോന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്റെ മനസ്സില് ആ വെളുപ്പ് കറുപ്പിന് പുലിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് ഉണ്ട് എന്നുള്ളത് പുലിവേഷം അണിഞ്ഞപ്പോ മനസ്സിലായി. തൃശ്ശൂരിന്റെ 200 വർഷത്തെ പുലിക്കളി ചരിത്രത്തിൽ വനിതാ പുലിയായി എത്തിയ ആദ്യ വനിതകളിൽ ഒരാൾ. ഒരിക്കലും ഒരു പുലിയുടെ വേഷം അണിഞ്ഞാൽ ഒരു മുഖ സൗന്ദര്യമല്ല ഞാൻ കണക്കൂട്ടുന്നത് മുഖ സൗന്ദര്യമല്ല. പക്ഷെ ജനങ്ങൾ കണക്കൂട്ടുന്നത് മുഖ സൗന്ദര്യം തന്നെയാണ്, കളറുമാണ്. എന്താന്ന് പറയാൻ കാരണം, പുലിയുടെ മുഖം മൂടി വെച്ചാൽ പിന്നെ അവർക്ക് എന്ത് ഫേസ്? പുലിയുടെ മുഖല്ലേ. പിന്നെ ശരീരത്ത് വരച്ചത് മുഖം മൂടി എടുത്തു കഴിയുമ്പോ നല്ല സുന്ദരിയായ കുട്ടികള് ചെറുപ്പാണെന്ന് തോന്നുന്നു വെച്ചാൽ അവര് വൈറലാവാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുറെ റീൽസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ നിമിഷേന അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ആ വേഷം കൊടുത്ത ആ കുട്ടി വൈറലാവും ചെയ്തത് നമുക്കിതില്ല. പക്ഷെ ആ കുട്ടിക്ക് കളിച്ചിട്ടില്ല, റോട്ടിലിറങ്ങി ഒരു ചുവട് വെച്ചിട്ടില്ല ആ കുട്ടി. തീർച്ചയായിട്ടും യോഗ്യതയായ പുലി, തൊട്ട് നിൽക്കുന്നത് യോഗ്യതയായ പുലി. അത് ഞാൻ എവിടെയും പറയും. ഒരു പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംഗീകാരം കിട്ടാനുള്ള ഒരു വ്യക്തി താര എന്ന് പറഞ്ഞ ലേഡിയാണ്. അവര് വളരെ നല്ല കറുപ്പാണ്, നല്ല വയറുണ്ട്, വണ്ണുണ്ട്. അവർക്ക് പുലി വരച്ചാൽ ശരിക്കും ഒരു ആണിന് കിട്ടുന്നത് പോലെയാണ് അവരുടെ ശരീരപ്രകൃതി. പക്ഷെ അതിനു പോലും കിട്ടാത്ത എനിക്ക് വളരെ വിഷമമുണ്ട്. ഈ ചേച്ചിക്കാണ് പുലികൾക്കുള്ള ഒരു യോഗ്യതയുള്ളത്, എന്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. പക്ഷെ ഈ നിറത്തിന്റെയും പ്രായത്തിന്റെയും പേരിൽ അവർക്കും, അതായത് നിറം പ്രായം എല്ലായിടത്തും അടിസ്ഥാനപരമായി നിൽക്കുന്നു സമൂഹത്തിൽ എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഞാൻ സാധാരണ ഒരു കുടുംബത്തില് ഉള്ളൊരു വ്യക്തിയാണ്. അച്ഛനമ്മ, പിന്നെ ഒരു ബ്രദർ. അങ്ങനെ ചെറുപ്പകാലം തൊട്ടേ എന്റെ വീട്ടിൽ നിന്ന് പുലിക്കളി ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ദേശത്ത് മാത്രം തിരുവോണം കഴിഞ്ഞ് രണ്ടോണത്തുന്ന പുലിക്കളി ഇറങ്ങുമ്പോ ഞാനാണ് പൈസ പിരിക്കാൻ ബക്കറ്റ് കൈ പിടിച്ച് നടക്കുക. അപ്പൊ അന്നൊക്കെ നമ്മൾ അന്ന് തുടങ്ങി, അന്ന് കുഞ്ഞാണ്. പക്ഷെ എന്റെ ചേട്ടനൊക്കെ ഇങ്ങനെ പുലിവേഷം അണിയുമ്പോ നമ്മൾ ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് തോന്നി. 2 ദിവസം വേണം ഏകദേശം, രാത്രി വൈകിട്ട് തലേദിവസം രാത്രി തൊട്ട് വരച്ചു തുടങ്ങിയാണ് പിറ്റേ ദിവസം നമുക്ക് അത് ലഭിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മൾ സ്ത്രീകള് പുലിക്കളി വേഷിടുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ചിട്ട? ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഡ്രസ് ഉണ്ട്, പിന്നെ അവിടുന്ന് ഏത് ഭാഗത്തൊക്കെ നമുക്ക് പുലി വരയ്ക്കേണ്ടി വരും. നമ്മൾക്ക് ആണുങ്ങളുടെ പോലെ ട്രൗസറൊക്കെ മുട്ടിന് മുകളിലുള്ള വേഷമാണ്. പിന്നെ നമ്മൾക്ക് സ്കിന്നില് നല്ല ഫിറ്റോട് കൂടിയിട്ടുള്ള ഡ്രസ്സ് തയ്പ്പിക്കും. അത് കോട്ടന്റെ തുണിയിലാണ് തയ്പ്പിക്കുക. അപ്പൊ അത് നമ്മൾക്ക് ലൂസായി കഴിഞ്ഞാൽ പുലിയുടെ മുഖം വരയ്ക്കുക, കണ്ണ് വരയ്ക്കുക, വരക്കാർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഭംഗി കാണുന്ന ഒരു പുലിയാണെന്നുണ്ടെങ്കിൽ നല്ല സ്കിൻ ഫിറ്റില് ലൈറ്റ് കനാണുള്ളൂ, ഷിമ്മിയുടെ തുണി എന്ന് പറയുമ്പോ അറിയില്ലേ, അതില് ഇങ്ങനെ ബാക്കിലേക്ക് സൂചിയൊക്കെ വലിച്ചു കുത്തിയിട്ടാണ് അവരത് ചെയ്യാറ്. അപ്പൊ നമ്മളത് അതില് ഗ്രൗട്ട് അടിക്കുക ആദ്യം. അതിന് ശേഷം ഇത്തിരി ബലം കിട്ടും. വെള്ള പെയിന്റ് തന്നെ അതിലടിച്ചിട്ട് ഇത്തിരി കട്ടി കിട്ടുമ്പോ അതിലാണ് പുലിയുടെ മുഖം വരയണത്. നമ്മുടെ വയറുമ്മലൊന്നും പെയിന്റ് ആവില്ല. പിന്നെ കൈ സ്ലീവാണ്, കൈയും കാലും മാത്രമാണ് പെയിന്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇനിയുള്ള കാലത്ത് സ്ത്രീകള് ഇതിലും ഭംഗിയായിട്ട് എന്തിനും വരയ്ക്കാനും തയ്യാറായി വരണം. അപ്പൊ ഇതാണ് സംശയമുള്ളത് നമ്മൾ പറയണത്. അല്ലാതെ പുറത്തൊന്നും നമ്മുടെ പെയിന്റ് അടിക്കില്ല സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കാകുമ്പോ പിന്നെ അങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് ചരിത്രത്തിന്റെ പെൺപുലിയുടെ ഒരു. നമ്മളിങ്ങനെ കുറെ നേരം സ്ത്രീകൾ നിൽക്കുമ്പോ നമുക്ക് അതുമാത്രം മാത്രമല്ലോ, വെറുത്തുള്ളും വേണ്ടല്ലോ, നമുക്ക് അതിനുള്ള എനർജി ഉണ്ടാവണല്ലോ. ആ എനർജി ഉണ്ടാവാതിരിക്കോ, വല്ല ക്ഷീണോ എന്തെങ്കിലും തോന്നാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശാരീരിക അസ്വസ്ഥതകളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പുലിക്കളിയുടെ ഉള്ള ഒരു ആകാംക്ഷയിലായിരിക്കാം അത് തോന്നാതിരിക്കുന്നത്. പിന്നെ വരച്ചതില് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പെയിന്റ്
അടിച്ചു കഴിഞ്ഞ ശേഷം ഇളക്കുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ് അത് ഉരയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ശരീരത്താണ് ഉരയ്ക്കണത്. അപ്പൊ കയ്യുമ്മയും കാലുമ്മയും നമ്മള് ഈ കയ്യിലുള്ള മുടിയെല്ലാം വടിക്കും കാലുമ്മലും. അപ്പൊ അത് വടിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ പുലിയുടെ വര വരണത്. അപ്പൊ പിന്നെ അതിലൊക്കെ ഈ കുത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരും. ഉരയ്ക്കുമ്പോ പുകച്ചിലൊക്കെ ഉണ്ടാവും. പെയിന്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി ശാരീരിക അസ്വസ്ഥത. അല്ലാതെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യം, കാരണം നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മളത് നിക്കണ്ട ഒരു അത് രാവിലെ നമ്മൾക്ക് എപ്പോഴാണോ വരയ്ക്കാൻ തുടങ്ങുന്നത് ആ വരയ്ക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് വടി 2 കയ്യിൽ വടി തരും. ആ വടി തന്നെ നമ്മള് ഇങ്ങനെ പിടിച്ച് അത് നിന്നാലാണ്. പിന്നെ നമ്മൾ വരച്ചു കഴിഞ്ഞാലും അത് ഉണങ്ങുന്നത് വരെ നമുക്ക് കൈ ഇങ്ങനെ തന്നെ പിടിച്ചു നിക്കണം. അപ്പൊ ഇവിടെയൊക്കെ അല്ലെങ്കിൽ കക്ഷത്തൊക്കെ ഒട്ട് വരില്ലേ ഈ പെയിന്റിന്റെ, അത് വരാതിരിക്കാൻ അപ്പൊ ഇളകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഉണങ്ങുന്ന വലിയുന്ന വരെയുള്ള നിപ്പ് ഇത്തിരി പ്രയാസമാണ്. എങ്കിലും സന്തോഷം, നമ്മുടെ ചുറ്റിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള വനിതകളും ഉണ്ട്. പിന്നെ എല്ലാ ജനതയും നമ്മളുടെ ഒപ്പാണല്ലോ. പിന്നെ എല്ലാവർക്കും സന്തോഷമേറിയ ഒരു കാര്യമാണ് ഈ പുലിക്കളി. പക്ഷെ അറിവില്ലായ്മ കൊണ്ട് പലരും പുലിക്കളി അങ്ങനെ തോന്നിക്കുന്നു. ഈ പെണ്ണിനൊക്കെ വേറെ പണിയിലാണ്. പക്ഷെ ഇതൊരു സന്തോഷമുള്ള കാര്യം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമല്ല കിട്ടുന്നതുമല്ല. അത് പക്ഷെ സമൂഹത്തിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ട്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും സമൂഹം നമ്മളെ 2 തരത്തിലുള്ള 3 തരത്തിൽ വരെ ആൾക്കാരുണ്ടായിരിക്കും. അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പുലിക്കളി എന്ന് പറഞ്ഞാൽ പുലിക്കളി കൊട്ട് കേട്ടാൽ എന്നെ ഞാനൊക്കെ തുള്ളണ ഒരാളാണ്. തൃശ്ശൂർക്കാരിയാണല്ലോ. തൃശ്ശൂർക്കാരിക്ക് കൊട്ടിനോട് ഓൾറെഡി നമ്മുടെ പണ്ട് തായമ്പക തൊട്ട് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് തൃശ്ശൂർക്കാര്. അപ്പൊ ഈ പുലിക്കളിയുടെ കൊട്ടിനൊപ്പം നമ്മൾ തുള്ളേണ്ടതായിട്ട് വരുമല്ലോ. ആ തുള്ളലിന് പുരുഷന്മാരെ പോലെ നമുക്ക് ഫുൾ ടൈം തുള്ളാൻ എങ്ങനെ അത് പഠിക്കാറുണ്ടോ, അത് പഠിക്കാതെ തന്നെ വന്നതാണോ എന്ന് അറിയാനൊരു ആകാംക്ഷ. അത് താളം കേട്ട് കഴിഞ്ഞ ഏതവരും അനങ്ങാതെ നിൽക്കുന്നവരുടെയും വിരലുകൾ ഒന്ന് ചലിപ്പിക്കും. അതാണ് താളത്തിന്റെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ഞാൻ ഈ വിങ്സ് സംഘടനയിൽ വന്നതിന് ശേഷമാണ് തൃശ്ശൂര് ശരിക്ക് ആസ്വദിക്കുന്നത്. അതുവരെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടി സ്വപ്നമാണ്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. തൃശ്ശൂർ പൂരം തന്നെ കാണാൻ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ ഇവിടെ കൊണ്ടുവരും. പക്ഷെ ജനത്തിന്റെ തിരക്ക് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. തോളത്തൊക്കെ ഇരുത്തിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കാരുടെ ഉള്ളിൽ നിന്നൊന്ന് പോന്ന് കിട്ടാൻ. അങ്ങനെ 2 കൊല്ലം ഞാൻ തൃശ്ശൂർ പൂരം കണ്ടതുണ്ട്. പിന്നത്തെ 1 കൊല്ലവും ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ കൊണ്ടുവരില്ല, വീട്ടുകാര് വിടൂല. പിന്നെ നമ്മള് വലിയ കുട്ടിയാകുമ്പോ അമ്മമാര് അപ്പുറത്ത് നിന്നിട്ട് വലിയ കുട്ടിയെ ഇനി എവിടേക്കാണ് പോണേ, ഇനി പൂരത്തിന് പോവാണ്ട, ഇവിടെയൊക്കെ പോരാണ്ട, തൃശ്ശൂര് പോവാണ്ടെന്ന്. പക്ഷെ എല്ലാ പൂരത്തിനെക്കാട്ടും ഉത്സവത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് നമുക്ക് നടക്കാനും പോവാനും വരാനും ഒക്കെ സൗകര്യം തൃശ്ശൂരാ. അതറിയുന്നവർക്കറിയാം. 2012 തൊട്ട് ഞാൻ തൃശ്ശൂര് തന്നെയാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. അതുവരെ കുണ്ടുകാട് തന്നെ. പിന്നെ എനിക്കുള്ളത് മകനാണ്. ഇപ്പൊ എൻ്റെ മകന് 23 വയസ്സായി. അവൻ എല്ലാത്തിനും സപ്പോർട്ട്. പക്ഷെ നല്ല ഇഷ്ടമാണ്. നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും പിന്നെ തുള്ളിച്ചാടുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള. എൻ്റെ ജോലി ടൈലറിങ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പൊ ഒരു 6 വർഷമായിട്ട് ശാരീരിക ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ടൈലറിങ് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ ഫുഡിന്റെ പരിപാടിക്കാണ് വേണം. പക്ഷെ ഈ കുറിയും ഞാൻ വിയ്യൂര് ദേശത്തു നിന്ന് തന്നെയാണ് പുലി ഇറങ്ങുന്നതും. 2019 ശേഷം ഞാനും താരയും വീണ്ടും വിയ്യൂര് ദേശത്ത് നിന്ന് ഇറങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന്റെ ആകാംക്ഷയിലാണ്. ഇപ്പൊ ഉള്ള വർഷങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ആയി അവരല്ല വേണ്ടത്, കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നാണ് വരേണ്ടത്. നാട്ടും പ്രദേശത്ത് നിന്ന് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവരിപ്പോഴും ഒരുപാട് മാറാത്തവരുണ്ട്. അപ്പൊ പുലിക്കളിക്ക് ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കാന്ന് അവർക്കാണ് ഇനി മനസ്സിലാവേണ്ടത്. ഈ സിനിമാ താരം അല്ലെങ്കിൽ സീരിയൽ നടികൾ അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ അല്ലാത്തൊരു വ്യക്തി, എന്നെ സംബന്ധിച്ച് ഒരു അടുക്കളയിൽ നിന്ന് വരുന്ന ഒരു ലേഡിക്കാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് അണിയാവുന്ന വേഷം ഞാൻ അവർക്ക് കൊടുക്കും. എന്താ വെച്ചാൽ അത്രയും നമ്മൾക്ക് ഉയർത്താൻ കഴിഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളൊരു സന്തോഷം.